ഒരു എഴുത്തുകാരൻ്റെ സർഗാത്മക ലോകം തൻ്റെ ഉള്ളിൽ ജീവിക്കുമ്പോഴും തമ്പ് അതായത് സർക്കസ് കലാകാരൻ്റെ തമ്പിൽ ജീവിതം ഹോമിച്ച ഒരു എഴുത്തുകാരനായിരുന്നു ശ്രീധരൻ ചമ്പാട്. അദ്ദേഹം ഒരുപാട് കാലം ജംബോ സർക്കസ് പോലെയുള്ള വലിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് ഇന്ത്യയിലുടനീളം ടൂർ ചെയ്ത് സർക്കസ് അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്. അറിയപ്പെടുന്ന ഒരു ട്രപ്പീസ് കലാകാരനായിരുന്നു അദ്ദേഹം. ഇന്ന് രാവിലെ അന്തരിച്ചു. അദ്ദേഹത്തിന് 86 വയസ്സ് പ്രായമുണ്ടായിരുന്നു. ഈ ജി അരവിന്ദൻ സംവിധാനം ചെയ്ത തമ്പ് എന്ന ചലച്ചിത്രം അദ്ദേഹത്തിൻ്റെ കഥയെ അടിസ്ഥാനപ്പെടുത്തി നിർമ്മിച്ചതായിരുന്നു. മാത്രമല്ല ഒരുപാട് കഥകളും നോവലുകളും ഒക്കെ അദ്ദേഹം സർക്കസ് കലാകാരന്മാരെ ആസ്പദമാക്കി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കണ്ണൂർ പാട്യം പത്തായക്കുന്നിലെ വസതിയിൽ രാവിലെ ആയിരുന്നു അന്ത്യം. സർക്കസ് കഥകളിലൂടെയാണ് ഇദ്ദേഹം വിഖ്യാതനായത്. സജോ ദേവസ്യ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ടെലഫോണിൽ ചേരുന്നു. സജോ, പറയൂ, ശ്രീധരൻ ചമ്പാട് എന്ന് പറയുന്ന എഴുത്തുകാരൻ, ഒരുപക്ഷെ എനിക്കൊന്ന് സർക്കസ് കലാകാരൻ്റെ ലോകം തുറന്നു വെച്ച എഴുത്തുകാർ ഇല്ല എന്ന് തന്നെ പറയാം കേരളത്തിൽ. ഇദ്ദേഹമായിരുന്നു അതിൽ. പ്രത്യേകിച്ചും ഒരു ട്രപ്പീസ് കലാകാരനായതുകൊണ്ടും അന്തരീക്ഷത്തിൽ തൻ്റെ ജീവിതം അമ്മാനമാടി കളിച്ച ഒരു ട്രപ്പീസ് കലാകാരൻ്റെ കുപ്പായത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം സർഗാത്മകതയുടെ ലോകം മലയാളി തുറന്നു കാണിച്ചത്. പറയൂ വിവരങ്ങൾ. സർക്കസിനൊപ്പം ജീവിക്കുകയും സർക്കസിന്റെ കഥ പറയുകയും ചെയ്ത അതുല്യനായ സാഹിത്യകാരനാണ് വിടവാങ്ങുന്നത്. അദ്ദേഹം സർക്കസ് കഥകളുടെ കുലപതി എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. 86 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കണ്ണൂർ പാട്യം പത്തായക്കുന്നിലെ വസതിയിൽ വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. ഇന്ന് വൈകിട്ട് 5-ന് പാനൂർ വള്ളിയായിലെ തണൽ വാതക ശ്മശാനത്തിലാണ് സംസ്കാരം നടക്കുക. ട്രപ്പീസ് കലാകാരൻ, ഒപ്പം അവിടുത്തെ സർക്കസിലെ PRO, മാനേജർ, അങ്ങനെ സർക്കസ് തമ്പുകളിൽ ദീർഘകാലം പ്രവർത്തിച്ച വ്യക്തി കൂടിയാണ്. ആ നിലയ്ക്കുള്ള അനുഭവ സമ്പത്തിനെ ആകെ സാഹിത്യ മേഖലയിലേക്ക് കൂടി കടത്തിവിട്ടു, സംഭാവന ചെയ്തു എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രസക്തി. ഈ സർക്കസിനെ കുറിച്ച് എഴുതുകയും പറയുകയും ഒക്കെ ചെയ്ത, അല്ലെങ്കിൽ സാഹിത്യത്തിലേക്ക് ആ ജീവിതാനുഭവങ്ങളെ ഒന്നാകെ പകർത്തിയ അതുല്യനായ അപൂർവ കലാകാരൻ എന്നുകൂടി പറയേണ്ടതുണ്ട്. സർക്കസ് കഥകൾ ധാരാളം എഴുതി. നോവലുകളും തിരക്കഥകളും അദ്ദേഹം രചിച്ചു. മേള, തമ്പ് തുടങ്ങിയ സിനിമകൾക്കൊക്കെ കഥയായും ഒപ്പം സഹായിയായും ഒക്കെ അദ്ദേഹം എല്ലാ നിലയ്ക്കും പിന്തുണ നൽകി. അങ്ങനെ തിരക്കഥാ മേഖലയിൽ ചലച്ചിത്ര ലോകത്തും അദ്ദേഹത്തിന്റെ സംഭാവനകളുണ്ട്. അപ്പം അദ്ദേഹം നോവലുകൾ രചിച്ചു. അതിൽ തന്നെ റിങ്, അന്തരം, കൂടാരം എന്നിങ്ങനെയാണ് നോവലുകൾ. അവയും സർക്കസ് പ്രമേയമാക്കിയാണ് രചനകൾ ഉണ്ടായത്. ഇതുകൂടാതെ അദ്ദേഹം ബാലസാഹിത്യ കൃതികളും, കുട്ടികളെ ആകർഷിക്കുന്ന സർക്കസ് കഥകൾ, അങ്ങനെയുള്ള ഇതടക്കമുള്ള 20ഓളം കൃതികളുടെ രചയിതാവ് കൂടിയാണ്. അങ്ങനെ കേരളത്തിന്റെ സാഹിത്യ ലോകത്തിന്, മലയാള സാഹിത്യ ലോകത്തിന് സർക്കസുമായി ചേർത്ത് നിർത്തി അതിന്റെ എല്ലാ അതുല്യ ഭാവത്തോടെയും കൂടെ എല്ലാ അറിവുകളും ഒപ്പം അതിന്റെ സാഹിത്യ ഭംഗിയോടെയൊക്കെ അവതരിപ്പിച്ച അതുല്യനായ ഒരു സാഹിത്യകാരൻ എന്ന നിലയ്ക്ക് കൂടി അദ്ദേഹം തീർച്ചയായും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു അതുല്യ കലാകാരനാണ്, എഴുത്തുകാരനാണ് വിടവാങ്ങുന്നത്. ശ്രീധരൻ ചമ്പാടിൻ്റെ വിയോഗത്തിൽ നമുക്കുള്ള വിഷമം നമ്മളിവിടെ രേഖപ്പെടുത്തുന്നു. എനിക്ക് വളരെ വ്യക്തിപരമായി അറിയാവുന്ന ഒരാൾ തന്നെയായിരുന്നു ശ്രീധരൻ ചമ്പാട്.